ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംഘടനകളും തമ്മിലുള്ള തർക്കം ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയാണ്. പ്രതിഷേധം മറികടന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റിന് ആരുമെത്തിയില്ല. തൃശൂരിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് ആ കുഴിയിൽ കിടന്ന ഡ്രൈവിംഗ് സ്കൂളുകാർ പ്രതിഷേധിച്ചിരുന്നു. കോഴിക്കോട് താമരശ്ശേരി സ്വകാര്യ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ കഞ്ഞിവെച്ചും പ്രതിഷേധം അരങ്ങേറി. പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിൽ നിന്ന് പിന്നോട്ടില്ലെന്നും ഇന്നു മുതൽ പുതിയ രീതി നടപ്പാക്കി തുടങ്ങുമെന്നുമാണ് മന്ത്രിയുടെ തീരുമാനത്തിൽ അറിയിച്ചിരുന്നത്. നിലവിൽ വിദേശ സന്ദർശനം നടത്തുന്ന മന്ത്രി അതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ആർടിഒമാർക്ക് നിർദ്ദേശവും നൽകി. ഇന്ന് ടെസ്റ്റ് നടത്താൻ സമയം ലഭിച്ചിട്ടുള്ള അപേക്ഷകർ സ്വന്തം വാഹനവുമായി എത്തിയാൽ ടെസ്റ്റ് നടത്താമെന്നായിരുന്നു നിർദ്ദേശം. ഇതുകൂടാതെ KSRTCയുടെയോ സർക്കാരിന്റെയോ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി പരിഷ്കരിച്ച രീതിയിലുള്ള ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടുള്ള പണിമുടക്ക് തുടരാനാണ് CITU ഒഴികെയുള്ള മറ്റെല്ലാ സംഘടനയുടെയും തീരുമാനം. സ്കൂളുകളുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ടെസ്റ്റ് നടത്താൻ പോയാൽ തടയാനുള്ള ഒരുക്കത്തിലായിരുന്നു വിവിധ സംഘടനകൾ. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ജീവനക്കാരും സമരം കടുപ്പിച്ചതോടെ സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സ്തംഭിച്ചിരിക്കുകയാണ്. സമരക്കാർക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്നാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ തീരുമാനം. പുതിയ സാഹചര്യത്തിൽ ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്വന്തം വാഹനവുമായി വരണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ KSRTCയുടെ സ്ഥലങ്ങൾ ഇന്നു മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാനും തീരുമാനമുണ്ട്. പ്രതിഷേധമുണ്ടാക്കാനുള്ള സാധ്യത കൂടി മുന്നിൽ കണ്ട് പോലീസ് സംരക്ഷണം ഉറപ്പാക്കാൻ ആർടിഒമാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. പരിഷ്കരിച്ച സർക്കുലർ പ്രകാരം പരമാവധി 40 പേരെ മാത്രം പങ്കെടുപ്പിച്ച് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനാണ് ഉദ്യോഗസ്ഥർക്ക് സർക്കാരിന്റെ തലത്തിൽ നിന്ന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആദ്യം റോഡ് ടെസ്റ്റ്, പിന്നീട് ഗ്രൗണ്ട് ടെസ്റ്റ് എന്ന രീതി തുടരുമെന്നും പുതിയ ട്രാക്ക് തയ്യാറാക്കുന്നതുവരെ ട്രാക്കിൽ ടെസ്റ്റ് നടത്തി ലൈസൻസ് അനുവദിക്കണമെന്നുമാണ് നിർദ്ദേശമുള്ളത്. അതേസമയം സർക്കാരിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ. പോലീസ് സുരക്ഷയിൽ ഇന്നു മുതൽ ടെസ്റ്റ് നടത്താൻ തീരുമാനമുണ്ടായിട്ടും പലയിടത്തും ആളെത്തിയില്ല. ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാരുടെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ്. തൃശൂർ അത്താണിയിൽ പ്രതീകാത്മകമായി ശവക്കുഴി വെട്ടി അതിൽ കിടന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ പ്രതിഷേധം. കോഴിക്കോടാകട്ടെ താമരശ്ശേരിയിൽ പട്ടിണിക്കഞ്ഞി വെച്ചായിരുന്നു പ്രതിഷേധിച്ചത്. തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് ഗ്രൗണ്ടിൽ കവാടത്തിന് മുന്നിൽ സമരക്കാർ കിടന്നു പ്രതിഷേധിച്ചു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കൊല്ലം ആശ്രമത്ത് കഞ്ഞിവെച്ച് പ്രതിഷേധിക്കുകയായിരുന്നു. പ്രതിഷേധത്തിനിടയിലും കൊല്ലത്ത് സ്വന്തം വാഹനവുമായി എത്തിയയാൾക്ക് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. എല്ലാ ജില്ലകളിലും ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ പ്രതിഷേധം നടക്കുകയാണിപ്പോൾ. എന്നാൽ സ്ലോട്ട് ലഭിച്ചവർ എത്തിയാൽ പോലീസ് സംരക്ഷണയിൽ ടെസ്റ്റ് നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. എറണാകുളം, കാക്കനാട് അപേക്ഷിച്ചവർ ആരും എത്താത്തതിനാൽ ടെസ്റ്റ് ഉപേക്ഷിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു. ഡ്രൈവിംഗ് സ്കൂളുകളുടെ എതിർപ്പുകൾ അവഗണിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. പരമാവധി സ്ഥലങ്ങളിൽ സർക്കാർ നിയന്ത്രണത്തിലെ ഭൂമിയിലോ സന്നദ്ധത അറിയിക്കുന്ന സ്വകാര്യ ഭൂമിയിലോ ടെസ്റ്റ് ഗ്രൗണ്ടുകൾ സജ്ജമാക്കാൻ ആർടിഒമാർക്ക് മന്ത്രി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപേക്ഷകർക്ക് സ്വന്തം വാഹനത്തിലെത്താം. ടെസ്റ്റിനുള്ള വാഹനം ലഭ്യമാകാത്ത സ്ഥലങ്ങളിൽ അവ വാടകയ്ക്കെടുത്ത് മുടക്കം കൂടാതെ നടത്തും. അപേക്ഷകരെ ഗ്രൗണ്ടുകളിൽ തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല. ഇപ്പോൾ നടക്കുന്ന സമരം പൊതുജന താൽപര്യത്തിനും കോടതി നിർദ്ദേശങ്ങൾക്കും എതിരാണെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. അതേസമയം സമരം ശക്തമാക്കാനാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സമരസമിതി തീരുമാനം. ടെസ്റ്റ് ബഹിഷ്കരിച്ച് നടത്തുന്ന സമരത്തിന്റെ തുടർച്ചയായി തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും അവർ വ്യക്തമാക്കി. ഡ്രൈവിംഗ് ടെസ്റ്റ് തടസ്സപ്പെട്ട് ഒരാഴ്ച പിന്നിട്ടപ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നോ വിട്ടുവീഴ്ചയ്ക്ക് നീക്കമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ വിദേശയാത്രയിലായതിനാൽ സമവായ ചർച്ചയ്ക്കും വഴിതെളിഞ്ഞില്ല. ഒരാഴ്ച കഴിഞ്ഞ് മന്ത്രി തിരിച്ചെത്തുകയുള്ളൂ. ബുധനാഴ്ചകളിൽ ചില RT ഓഫീസുകളിൽ മാത്രമാണ് ടെസ്റ്റ് ഉണ്ടാവുക എന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അന്നുണ്ടായ പ്രതിഷേധത്തെ തുടർന്ന് അതും നടന്നില്ല. ഇപ്പോഴും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ജീവനക്കാർ. മുട്ടുമടക്കില്ലെന്നുറപ്പിച്ച് ഗതാഗത മന്ത്രിയും.